Divisional Accountant Officer, Important Question, Chapter 4, Part 5, Negotiation of Bill and Endorsement. Question number 62. For accounting purpose, bills are divided into. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബില്ലുകൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ബിൽസ് റിസീവബിൾ എന്നും ബിൽസ് പേയബിൾ എന്നും. അപ്പം ഇതിന് മുമ്പത്തുള്ള അക്കൗണ്ടൻസി ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിൽസ് റിസീവബിൾ എന്താണ്, ബിൽസ് പേയബിൾ എന്താണെന്നുള്ളത്. അപ്പം അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടി ബില്ലുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിൾ. അപ്പോൾ ആരുടെ കയ്യിലാണ് ബിൽസ് റിസീവബിൾ ഇരിക്കുന്നത്, ആരുടെ കയ്യിലാണ് ബിൽസ് പേയബിൾ ഇരിക്കുന്നത്, നമുക്ക് നോക്കാം. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടൻസിയിൽ. ബിൽസ് പേയബിൾ എന്ന് പറയുന്നതോ ബാലൻസ് ഷീറ്റിൻ്റെ ലൈബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നതെന്നും പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് 63ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് നോൺ ആസ് ബിൽസ് റിസീവബിൾ? ബിൽസ് റിസീവബിൾ എന്താണെന്നാണ്. എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ട്രീറ്റഡ് ആസ് ബിൽസ് റിസീവബിൾ when payment has to be received against it. Thus a bill of exchange is a bill receivable for the person who has to be received the amount. അപ്പോൾ എന്താണ് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്? ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് നടക്കുന്ന സമയത്ത് ആർക്കാണോ, ഇപ്പം സെല്ലർ ബയ്യർ രണ്ടുപേരുണ്ടല്ലോ, അപ്പം സെല്ലർ സൂക്ഷിച്ചു വെച്ചേക്കുന്ന, അതായത് ക്രെഡിറ്റർ സൂക്ഷിച്ചു വെച്ചേക്കുന്ന എന്താണ് ബില്ലാണ് എന്ത്? ബിൽസ് റിസീവബിൾ. ബിൽസ് റിസീവബിൾ സെല്ലർക്ക് എന്താണ്? ഒരു അസറ്റാണ്. കാരണം ഒരു 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ ബയ്യർ നമുക്ക് ക്യാഷ് കൊണ്ട് തരുന്നത് കൊണ്ട് ഈ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റാണ് സെല്ലറെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ എന്താണ് പറയുന്നത്? ദസ് ദ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ദ ബിൽസ് റിസീവബിൾ ഫോർ ദ പേഴ്സൺ ഹൂ ഹാസ് ബി റിസീവ്ഡ് ദ, ആർക്കാണോ എമൗണ്ട് റിസീവ് ചെയ്യാനുള്ളത് ആ ആൾ സൂക്ഷിച്ചു വയ്ക്കുന്ന ബില്ലിനെ പറയുന്ന പേരാണ് എന്ത്? ബിൽസ് റിസീവബിൾ. ദ എമൗണ്ട് ഇറ്റ് ബി റിസീവ്ഡ് ഫ്രം ദ കസ്റ്റമർ, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് എമൗണ്ട് റിസീവ് ചെയ്യാണ്. ഫ്രം ഹൂം റിട്ടേൺ അക്സെപ്റ്റൻസ് ഹാസ് ബീൻ റിസീവ്ഡ്. അപ്പം അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത്. 64, ബിൽസ് റിസീവബിൾ ഈസ് ആൻ അസറ്റ് ടു ദ പേഴ്സൺ ഹു റിസീവ്ഡ് ഓർ ഹോൾഡ് ഇറ്റ്. അപ്പോൾ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് ബില്ല് ഹോൾഡ് ചെയ്തേക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ അത് റിസീവ് ചെയ്തേക്കുന്ന ആൾക്ക് എന്താണ്? അസറ്റാണ്. വെറും അസറ്റ് അല്ല, അതൊരു കറണ്ട് അസറ്റാണ്. അപ്പോൾ ബിൽസ് റിസീവബിൾ ഹോൾഡ് ചെയ്തേക്കുന്ന ആൾക്ക് അത് എന്താണ്? അസറ്റാണ്. നെക്സ്റ്റ് 65, വാട്ട് ഈസ് ബിൽസ് പേയബിൾ? നമുക്ക് ബിൽസ് പേയബിൾ എന്താണെന്ന് നോക്കാം. ബിൽസ് പേയബിൾ, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് മേ ബി ട്രീറ്റഡ് ആസ് ബിൽസ് പേയബിൾ വെൻ പേയ്മെൻറ്റ് ഹാസ് ടു ബി മെയ്ഡ് അഗൻസ്റ്റ് ഇറ്റ്. അപ്പോൾ പേയ്മെൻറ്റ്, ഈ ബിൽസിന് അഗൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുവാണെങ്കിൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബിൽസ് പേയബിൾ എന്ന് പറയുന്നത്. പേയ്മെൻറ്റ് നടത്തുന്ന ആരാണ്? നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ ബയ്യർ ആയിരിക്കും പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് എമൗണ്ട് ടു ബി പെയ്ഡ് ടു ദ സപ്ലയർ, സെല്ലർക്ക് എന്ത് കൊടുക്കണം? പേയ്മെൻറ്റ് നടത്തണം. പേയ്മെൻറ്റ് നടത്തുമ്പോൾ എന്താ? ടു ഹൂം റിട്ടേൺ അക്സെപ്റ്റൻസ് ഹാസ് ബീൻ ഗിവൺ. അപ്പം ബിൽസ് പേയബിൾ എന്ന് പറയുന്നത് എമൗണ്ട് പേ ചെയ്യാനുള്ളതാണ്. നമ്മുടെ സപ്ലയർക്ക് എമൗണ്ട് പേ ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ബിൽസ് പേയബിൾ. ഇതെന്താ, എവിടെയാണ് കാണിക്കുന്നത്? ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം നമുക്കറിയാം ഈ ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിളിന് വേറെ പേരുകളിലും അറിയാം. വേറൊരു പേരുണ്ട്, ട്രേഡ് റിസീവബിൾ ആൻഡ് ട്രേഡ് പേയബിൾ എന്നും അറിയപ്പെടുന്ന എന്തിനെ തന്നെയാണ്? ബിൽസ് റിസീവബിൾ, ബിൽസ് പേയബിളിനെ തന്നെയാണ് ട്രേഡ് റിസീവബിൾ ആൻഡ് ട്രേഡ് പേയബിൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പം 66ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എ ബിൽ ഓഫ് പേയ്മെൻറ്റ് ഈസ് ബിൽസ് പേയബിൾ ഫോർ ദ അക്സെപ്റ്റർ ഓർ ഡ്രോയി. അപ്പം ഡ്രോയിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ബിൽസ് പേയബിൾ എന്ന് പറയുന്ന എന്താണ് ബിൽസ് പേയബിൾ? ബിൽ ഓഫ് പേയ്മെൻറ്റ് ഈസ് എ ബിൽ പേയബിൾ ഫോർ ദ അക്സെപ്റ്റർ ഓർ ഡ്രോയി. അപ്പോൾ ഡ്രോയിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പേയ്മെൻറ്റ് നടത്തുന്നത്. നെക്സ്റ്റ് 67, ഓൺ accepting the bill he credit the bills payable on discharging the liability or on dishonoring it he debt the bill payable. അപ്പോൾ എന്താണ് പറയുന്നത്? ബിൽസ് എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അത് ക്രെഡിറ്റർക്ക് നമ്മൾ കൊടുത്തു തീർക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈബിലിറ്റി ഡിസ്ചാർജ് ചെയ്യുക എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഡിസോണർ ആവാം. ഡ്യൂ ഡേറ്റിൽ ബില്ല് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവാം? ഒന്നി പേയ്മെൻറ്റ് നടത്താതിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിസോണർ ആവുന്നത്? അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. ബില്ല് അക്സെപ്റ്റ് ചെയ്യാതിരുന്നാലും അതിനെ എന്താണ് പറയുന്നത്? ഡിസോണറിങ് ഓഫ് ബില്ല് എന്നാണ് അറിയപ്പെടുന്നത്. ഡ്യൂ ഡേറ്റിൽ അല്ലെങ്കിൽ മെച്യൂരിറ്റി ഡേറ്റിൽ പേയ്മെൻറ്റ് നടത്താതിരുന്നാൽ അതിനെ എന്താണ് പറയുന്നത്? ഡിസോണറിങ് ഓഫ് ബില്ല് എന്ന് തന്നെയാണ് പറയുന്നത്. നെക്സ്റ്റ് 68, ഫോർ അക്കൗണ്ടിങ് പർപ്പസ് ദ ഡ്രോയി നെവർ യൂസസ് ദ ടേം
ബിൽ പേബിൾ ഇൻ ബുക്സ് ഇൻ ഹിസ് ബുക്ക്. അപ്പം ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മുടെ അക്കൗണ്ടിങ് പർപ്പസിൽ ഡ്രോയർ എന്താ ഈ ബിൽസ് പേബിൾ എന്നുള്ള ഒരു ടേം കാണിക്കില്ല എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഫോർ അക്കൗണ്ടിങ് പർപ്പസ് ദ ഡ്രോയർ നെവർ യൂസ് ദ ടേം. ഏത് ടേമാണ്? ബിൽസ് പേബിൾ ഇൻ ഹിസ് ബുക്ക്. ആരുടെ ബുക്കിലാണ്? ഡ്രോയറുടെ ബുക്കിൽ എന്ത് കാണിക്കില്ല? ബിൽസ് പേബിൾ എന്ന് പറയുന്ന ഒരു ഐറ്റം കാണിക്കില്ല അക്കൗണ്ടിങ് പർപ്പസിന്. നെക്സ്റ്റ് 69. ദ ഡ്രോയർ ഹാസ് ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്സ് വിത്ത് ദ ബിൽ ദാറ്റ് ഹി ഹാസ് റിസീവ്ഡ്. അപ്പോൾ ഒരു ഡ്രോയർക്ക് താഴെ പറയുന്ന ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട് ഒരു ബിൽ റിസീവ് ചെയ്യുന്നതിൽ. എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, റീറ്റെയിനിങ് ദ ബിൽ ടിൽ ഡ്യൂ ഡേറ്റ് വരെ ആ ബില്ല് എന്ത് ചെയ്തേക്കാം? റീറ്റെയിൻ ചെയ്തിരിക്കാം. അപ്പോൾ റീറ്റെയിനിങ് ദ ബിൽ എന്താണ്? ടിൽ ദ ഡ്യൂ ഡേറ്റ്. ഒന്നാമത്തെ ഓൾട്ടർനേറ്റീവ് അതാണ്. 2, ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ലിനെ എന്ത് ചെയ്യാം? ഡിസ്കൗണ്ട് ചെയ്യാം. ഇപ്പോൾ ഏതെങ്കിലും ബാങ്കുകളിൽ കൊണ്ടു ചെന്നാൽ എന്താ? ബിൽ ഡിസ്കൗണ്ട് ചെയ്യും. ബിൽ ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സെല്ലർക്ക് പെട്ടെന്ന് ഒരു ക്യാഷിന് ആവശ്യം വന്നു. അപ്പം സെല്ലർ എന്ത് ചെയ്യാണ്? നമ്മുടെ മെച്യൂരിറ്റി ഡേറ്റ് ആവുന്നതിന് മുമ്പ് ബില്ല് കൊണ്ടുവന്നൊരു ബാങ്കിൽ പ്രസൻറ്റ് ചെയ്യുവാണ്. 10,000 രൂപയുടെ ബില്ലാണെങ്കിൽ ബാങ്ക് അത് ഡിസ്കൗണ്ട് ചെയ്ത് ഒരു 9,000 രൂപ ആർക്ക് കൊടുക്കുന്നു? സെല്ലർക്ക് കൊടുക്കുന്നു. മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ബയ്യർ വന്നിട്ട് ബാങ്കിനാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. ബാങ്കിന് 10,000 രൂപ അടയ്ക്കണം. അപ്പോൾ 1000 രൂപ എന്താണ്? ഒരു കമ്മീഷൻ ഇനത്തിൽ ബാങ്കിന് കിട്ടുന്നതാണ്. സോ അതിനെയാണ് ഡിസ്കൗണ്ടിങ് ദ ബില്ലെന്ന് പറയുന്നത്. ബാങ്ക് ത്രൂ ആണ് നമുക്ക് ഡിസ്കൗണ്ടിങ് ഓഫ് ബില്ല് നടക്കുകയുള്ളൂ. അപ്പം ഓൾട്ടർനേറ്റീവ്സിൽ രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവാണ് ഡിസ്കൗണ്ടിങ് ദ ബില്ലെന്ന് പറയുന്നത്. 3, എൻഡോസി ദ ബിൽ ടു ക്രെഡിറ്റ്. എൻഡോസി ദ ബിൽ ടു ക്രെഡിറ്റർ എന്ന് പറയുന്നത് എന്താണ്? എൻഡോസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഒരു ബാക്കിലൊരു സൈൻ ഇട്ട് നമ്മളതിനെ കൈമാറ്റം ചെയ്യുന്നതിനാണ് എൻഡോസി ദ ബിൽ ടു ക്രെഡിറ്റർ. അപ്പം ക്രെഡിറ്റർക്ക് നമ്മൾ എന്ത് ചെയ്യണം? എൻഡോസ് ചെയ്യുവാണ്, നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുവാണ് ബില്ല്. അപ്പം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ബില്ല് വേറൊരാൾക്ക് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നെഗോസിയേഷൻ എന്ന് പറയുന്നത് അത് തന്നെയാണ്, നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 4 എന്താണ്? സെൻഡ് ദ ബിൽ ടു ദ ബാങ്ക് ഫോർ കളക്ഷൻ. മെച്യൂരിറ്റി ഡേറ്റ് ആകുമ്പോൾ നമ്മുടെ നമുക്ക് ബയ്യറുടെ ബാങ്കിലേക്ക് ഇതെന്ത് ചെയ്യാം? കളക്ഷന് വേണ്ടി നമുക്ക് അയക്കാം. ഇത്രയും ഓൾട്ടർനേറ്റീവ്സ് ആണ് ഒരു ബില്ല് നമുക്ക് ഡ്രോയർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്. ദ ഡ്രോയർ ഹാസ് ദ ഫോളോയിങ് ഓൾട്ടർനേറ്റീവ്സ് വിത്ത് ദ ബിൽ ദാറ്റ് ഹി ഹാസ് ബീൻ റിസീവ്ഡ്. ഡ്രോയർ റിസീവ് ചെയ്തിരിക്കുന്ന ബില്ലിന്മേൽ ഇത്രയും ഓൾട്ടർനേറ്റീവ്സ് ഡ്രോയർക്ക് ചെയ്യാൻ പറ്റും, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. 70, ബിൽസ് റിസീവബിൾ ആർ അസറ്റ് ആൻഡ് ബിൽസ് പേബിൾ ആർ ലൈബിലിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെയാണ് ബിൽസ് റിസീവബിൾ അഥവാ ട്രേഡ് റിസീവബിൾ എന്ന് പറയുന്നത് ഒരു കറണ്ട് അസറ്റാണ്. ബിൽസ് പേബിൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു ലൈബിലിറ്റിയാണ്. 71, എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് ഡാഷ് ഇൻസ്ട്രുമെൻറ്റ്. ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് എന്ത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഈസ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. നമ്മൾ പഠിച്ചു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് ഉണ്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് എത്രയാണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 ആണ്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? വാട്ട് യു മീൻ ബൈ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്താണ്? നെഗോസിയേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ് ത്രൂ ഡെലിവർ ഓർ ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവർ ടു ദ തേർഡ് പേഴ്സൺ. അപ്പം നെഗോസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർ ചെയ്യുവാണ്. നമ്മുടെ ഒരു ഇൻസ്ട്രുമെൻറ്റ് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എന്ത് ഇൻസ്ട്രുമെൻ്റ് ആണ്? ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അപ്പം നെഗോസിയേഷൻ എന്ന് പറയുന്നത് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് എ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ് ത്രൂ ഡെലിവറി ഓർ ബൈ എൻഡോഴ്സ്മെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് പുട്ടിങ് ദ സൈൻ ഓൺ ദി ഫേസ് ഓഫ് ദി ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്നാണ് എൻഡോഴ്സ്മെൻറ്റ്. നമ്മളിനി പഠിക്കും അത്. അപ്പം അങ്ങനെ നമുക്കൊരു തേർഡ് പേഴ്സണിലോട്ട് നമുക്ക് ഈ ബില്ല് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. നമ്മുടെ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതിനെ പറയുന്നതാണ് നെഗോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പം ഏതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മീനിങ് എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ഒരു ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻ്റ് ആവാം. അത് നമുക്ക് ഒരു പാർട്ടിയിൽ നിന്നും വേറൊരു പാർട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? നെഗോസിയേഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്? 73, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് മീൻസ് എ ഡോക്യുമെൻറ്റ് റെപ്രസെൻറ്റിംഗ് മണി ഓർ മണി വർത്ത്
the title of which can be transferred from one person to another through negotiation. നേരത്തെ പറഞ്ഞത് തന്നെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റിൻ്റെ മീനിങ് ആണ്. അതൊരു ഡോക്യുമെൻ്റ് ആവാം, റെപ്രസെൻറ്റിങ് മണിക്ക് പകരമായി ക്യാഷിന് പകരമായി റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. അതിന് എന്തുണ്ട്? മണി വാല്യൂ ഉണ്ട്, മണി വർത്തുണ്ട്. ദ ടൈറ്റിൽ ടു വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫർ ഫ്രം, അതിൻ്റെ ടൈറ്റിൽ നമുക്ക് ഒരു പേഴ്സണിൽ നിന്നും വേറൊരു പേഴ്സണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അതിനെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. 74 the word or order are omitted from the bill. It cannot be negotiated and paid to a person named there. അപ്പം ഒരു നെഗോഷ്യബിൾ, അതായത് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ എന്താ ഓർഡർ എന്ന് പറയുന്ന വേർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്രീലി ട്രാൻസ്ഫറബിൾ അല്ല. കാരണം ഓർഡർ എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളുടെ വ്യക്തിയുടെ പേര് അതിൽ എഴുതുമ്പോൾ നമുക്ക് ആ ഒരു വ്യക്തിക്ക് മാത്രമേ ആ ബില്ല് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്ത 75 നെഗോസിയേഷൻ ഓഫ് ബിൽ ഈസ് ഓഫൺ നെഗോഷിയേറ്റഡ് ബൈ എ ഡെറ്റർ ഓർ ഹിസ് ക്രെഡിറ്റർ. അപ്പം നെഗോസിയേഷൻ ഓഫ് ബിൽ ഓഫൺ നെഗോഷിയേറ്റഡ് ബൈ എന്താണ്, ഡെറ്റർ ടു ഹിസ് ക്രെഡിറ്റർ. ഡെറ്ററുടെ കയ്യിൽ നിന്ന് ക്രെഡിറ്ററുടെ കയ്യിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഡെറ്ററും ക്രെഡിറ്ററും വേണം, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നെഗോസിയേഷൻ ഓഫ് ബിൽ അവിടെ നടക്കുകയുള്ളൂ. അടുത്തത് 76 വാട്ട് യു മീൻ ബൈ എൻഡോഴ്സ്മെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് എന്താണെന്നാണ് നമുക്ക് ഇനി അടുത്ത് പഠിക്കേണ്ടത്. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് എന്താണ്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ സെക്ഷൻ 15 എന്ത് പറയുന്നത് എൻഡോഴ്സ്മെൻറ്റിനെ പറ്റി പറയുന്നത്. അപ്പം നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ടിൻ്റെ എത്രാമത്തെ സെക്ഷനിലാണ് പറയുന്നത്? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 സെക്ഷൻ 15 പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. സെക്ഷൻ 15 എന്ത് പറയുന്നത്? എൻഡോഴ്സ്മെൻറ്റിനെ പറ്റി പറയുന്നത്. എൻഡോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ എൻഡോഴ്സ്മെൻറ്റ്? എൻഡോഴ്സ്മെൻറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് സൈനിങ് ബൈ ദ ഡ്രോയർ ഓർ ഹോൾഡർ ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. എന്തൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്? ചെക്ക് ആവാം, ബില്ലാവാം, പ്രോമിസറി നോട്ട് ആവാം, ഓൺ ദ ബാക്ക് ഓർ ദ ഫേസ് ഓഫ് ഓർ ദ പർപ്പസ് ഓഫ് നെഗോസിയേഷൻ. അപ്പോൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ പുട്ടിങ് ദ സൈൻ ഓഫ് ദി ഡ്രോയർ ഓർ ഹോൾഡർ. ഇപ്പോൾ ബില്ല് കൈവശം വെച്ചേക്കുന്ന ആൾ, അതാണ് ആര്, ഹോൾഡർ അല്ലെങ്കിൽ ഡ്രോയർ എന്ന് പറയുന്നത്. ആ ആളുടെ സിഗ്നേച്ചർ സൈൻ ചെയ്യുവാണ്. എവിടെ? ബാക്ക് സൈഡിലോ ഫേസ് ഓഫ് ദി ബില്ലിലോ. എന്ത് പർപ്പസിന് വേണ്ടി? കൈമാറ്റം ചെയ്യാൻ വേണ്ടി, ഫോർ ദ പർപ്പസ് ഓഫ് നെഗോസിയേഷൻ. എന്തൊക്കെയാണ് നമുക്ക് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻറ്റ്സ്? ചെക്ക്, ബില്ല്, പ്രോമിസറി നോട്ട്. ഇത്രയും 3 കാര്യങ്ങളാണ് നമുക്ക് എൻഡോഴ്സ്മെൻറ്റ്. എൻഡോഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല. ദ വേർഡ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് പുട്ടിങ് ദ സൈൻ ഓൺ ദി ബാക്ക് സൈഡ് ഓഫ് ദി ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റോ ഫേസ് ഓഫ് ദി ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്? എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അടുത്ത 77 എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് പേയബിൾ ടു ഓർഡർ റിക്വയർഡ് എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവറി വേർ എ ബെയറർ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി നെഗോഷിയേറ്റഡ് ബൈ മിയർ ഡെലിവറി ഓർ ട്രാൻസ്ഫർ. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് അറിയാം നമുക്ക് 2 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ്? ബൈ ഓർഡറും അല്ലെങ്കിൽ ബെയററും. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്കൊരു എൻഡോഴ്സ്മെൻറ്റ് നടത്തണമെങ്കിൽ അവിടെ എന്ത് ബില്ലായിരിക്കണം? ടൈപ്പ് ഓഫ് ബില്ലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓർഡർ ബില്ലും ബെയറർ ബില്ലും. അപ്പം എൻഡോഴ്സ്മെൻറ്റ് നടക്കുന്നത് ഏത് ടൈപ്പ് ബില്ലുകളിലാണ്? ഓർഡർ ബില്ലുകളിലാണ് നടത്തുന്നത്. കാരണം ഇഫ് ഇറ്റ് ഈസ് ആൻ ഓർഡർ ബില്ല് ഇറ്റ് ഈസ് ട്രാൻസ്ഫറബിൾ ബൈ എൻഡോഴ്സ്മെൻറ്റ് ആൻഡ് ഡെലിവേർഡ്. അപ്പോൾ ഒരു ഓർഡർ ബില്ലിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് എൻഡോഴ്സ് ചെയ്യാൻ പറ്റുള്ളൂ, കൈമാറ്റം ചെയ്യാൻ പറ്റുള്ളൂ. ബെയറർ ബില്ലിന് നമുക്ക് അങ്ങനെ കൈമാറ്റം എന്ന് വെച്ചാൽ അത് നമുക്ക് ബെയറർ എന്ന് വെച്ചാൽ ആരുടെ കയ്യിലാണോ അപ്പം ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ക്യാഷ് ഒരു ബെയറർ ഇൻസ്ട്രുമെൻ്റ് ആണ് എന്ന് വെച്ചാൽ അപ്പം കയ്യിൽ ഈ പൈസ, ഇപ്പോൾ എൻ്റെ കയ്യിലൊരു 100 രൂപ ഉണ്ടെങ്കിൽ ഞാനാണ് ആ 100 രൂപയുടെ അവകാശി. അതിനകത്ത് പ്രത്യേകിച്ച് ആരുടെയും പേരൊന്നും എഴുതിയിട്ടില്ല. സോ അതാണ് ബെയറർ എന്ന് പറയുന്നത്. പക്ഷെ ഓർഡർ അങ്ങനെയല്ല, ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ പേര് അതിൽ മെൻഷൻ ചെയ്തിരിക്കും. അപ്പം ആ ആൾക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. 78 ദ പേഴ്സൺ ഹൂ എൻഡോഴ്സ് ദ ബിൽ ഈസ് കോൾഡ് ദ എൻഡോസർ ആൻഡ് ദ പേഴ്സൺ ടു ഹൂം ഇറ്റ് ഈസ് എൻഡോഴ്സ്ഡ് ഈസ് കാൾഡ് എൻഡോസി. അപ്പോൾ ഇവിടെ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിൽ 2 പേരാണുള്ളത്, എൻഡോസറും എൻഡോസി. ദ പേഴ്സൺ ഹൂ എൻഡോസ് ദ ബില്ല്, ആരാണോ ബില്ല് എൻഡോസ് ചെയ്യുന്നത് ആ ആളെ വിളിക്കുന്ന പേരെന്താണ്? എൻഡോസർ. ദ പേഴ്സൺ ഹൂം ഇറ്റ് ഈസ് എൻഡോസ്ഡ്, ആർക്ക് വേണ്ടിയാണോ നമ്മൾ എൻഡോസ് ചെയ്യുന്നത്, എൻഡോസി എന്നാണ് പറയുന്നത്. അപ്പോൾ എൻഡോസി മനസ്സിലായല്ലോ. ദ പേഴ്സൺ ഹൂ എൻഡോസ് ദ ബിൽ ഈസ് കാൾഡ് എൻഡോസർ. ദ പേഴ്സൺ ടു ഹൂം
ടു ഹൂം ഇറ്റ് ഈസ് എൻഡോസ്ഡ്. ആർക്ക് വേണ്ടിയാണോ എൻഡോസ്ഡ് ചെയ്യുന്നത് അയാളെ എൻഡോസി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് നെക്സ്റ്റിൽ പറയുന്നത്. വെൻ ദ ബിൽ ഈസ് എൻഡോസ്ഡ് ബൈ ദ ഡ്രോയർ ഇൻ ഫേവർ ഓഫ് ഹിസ് ക്രെഡിറ്റർ. അപ്പോൾ ഒരു എൻഡോസ് ചെയ്യുവാണ് ക്രെഡിറ്ററുടെ ഫേവറിന് വേണ്ടി, അതായത് സെല്ലറുടെ ഫേവറിന് വേണ്ടി ബില്ല് എൻഡോസ് ചെയ്യുമ്പോൾ വരുന്ന ട്രാൻസാക്ഷൻസ് ആണ് താഴെ പറഞ്ഞേക്കുന്നത്. അപ്പം അവരുടെ ക്രെഡിറ്ററുടെ ബുക്കിലും ഡെറ്ററുടെ ബുക്കിലും എങ്ങനെയാണ് ഓരോ ട്രാൻസാക്ഷൻസും വരുന്നതെന്ന് നോക്കാം. ജേണൽ എൻട്രീസ്. ആദ്യത്തെ ട്രാൻസാക്ഷൻ സെയിൽസ് ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്സ്. അപ്പോൾ പർച്ചേസ് അല്ലെങ്കിൽ സെയിൽസ് നടന്നു. അപ്പം ക്രെഡിറ്ററുടെ ബുക്കിൽ എങ്ങനെ വരും? ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡ്രോയറുടെ അക്കൗണ്ടിലാണ്. ബില്ല് ഡ്രോ ചെയ്യുന്ന ആളുടെ അക്കൗണ്ടിൽ എങ്ങനെ എഴുതേണ്ടത്? ഡ്രോയേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നാണ് എഴുതേണ്ടത്. അപ്പം അക്സെപ്റ്ററുടെ ബുക്കിൽ എങ്ങനെ വരും? നമ്മുടെ കസ്റ്റമറുടെ അല്ലെങ്കിൽ നമ്മുടെ ബയ്യറുടെ ബുക്കിൽ എങ്ങനെ വരും? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റർ എന്ന് വരും. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റർ. അടുത്ത ട്രാൻസാക്ഷൻ എന്താണ്? റിസീവിങ് ഓർ അക്സെപ്റ്റിങ് എ ബില്ല്. ഒരു ബില്ല് റിസീവ് ചെയ്യുകയോ അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്താൽ ഡ്രോയറുടെ ബുക്കിൽ എന്താ എഴുതേണ്ടത്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ജേണൽ എൻട്രിയാണ് ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. അക്സെപ്റ്ററുടെ ബുക്കിലോ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു അവർക്ക് എന്താണ്? ബിൽസ് പേയബിൾ ആണ്. ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഇനി എന്ത് ചെയ്യുകയാണ്? ഇനി അത് എൻഡോഴ്സ് ചെയ്യുകയാണ്. എൻഡോഴ്സിങ് ദ ബില്ല് വന്നാൽ ആരുടെ ബുക്കിൽ എൻട്രി ഇല്ല? ഡെറ്ററുടെ ബുക്കിൽ എൻട്രി ഇല്ല. കാരണം സെല്ലറാണ് ബില്ല് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ ക്രെഡിറ്ററുടെ, സെല്ലർ മീൻസ് ക്രെഡിറ്ററുടെ ബുക്കിൽ എങ്ങനെ വരും? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾ. ഓൺ ദ മെച്യൂരിറ്റി ബില്ല്. മെച്യൂരിറ്റി ആവുകയാണ്. ബില്ലിന് മെച്യൂരിറ്റി ആകുമ്പോൾ ആരാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്? ബയ്യർ മീൻസ് അക്സെപ്റ്റർ ആണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. അവിടെ ആർക്ക് റോളില്ല? നമ്മുടെ സെല്ലർക്ക് റോളില്ല. കാരണം സെല്ലർ ഓൾറെഡി അത് എൻഡോസ് ചെയ്തു, ആ ബില്ല് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പം മെച്യൂരിറ്റി ഓഫ് ദ ബില്ല് വരുന്ന സമയത്ത് നമ്മുടെ ഡ്രോയറുടെ ബുക്കിൽ എൻട്രി ഇല്ല. അക്സെപ്റ്ററുടെ ബുക്കിൽ എന്താണ് എൻട്രി വരേണ്ടത്? ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. സോ ഇത്രയും എൻട്രീസ് ആണ് നമുക്ക് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ബിൽ ഓഫ് എക്സ്ചേഞ്ചിലോ പ്രോമിസറി നോട്ടിലോ ചെക്കിലോ സംഭവിക്കുന്നത്. സോ നമുക്കിവിടെ മെയിനായിട്ട് നമ്മൾ നോക്കിയത് എൻഡോഴ്സ്മെൻറ്റിനെ പറ്റിയാണ്. സെക്ഷൻ 15 ഓഫ് ദി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് 1881 എൻഡോഴ്സ്മെൻറ്റിനെ പറ്റി പറയുന്നത്. എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പുട്ടിങ് ദ സൈൻ ഇൻ ദ ബാക്ക് ഓർ ഫേസ് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് എന്നുവെച്ചാൽ അത് ഫ്രീ ട്രാൻസ്ഫറബിൾ ചെയ്യാൻ വേണ്ടിയാണ്. ഓർഡർ ബില്ലുകൾക്കാണ്. അത് PSCക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഏത് ടൈപ്പ് ബില്ലുകളിലാണ് എൻഡോഴ്സ്മെൻറ്റ് പോസിബിൾ ആവുന്നത്? ഓർഡർ ബില്ലുകൾക്കാണ് ഈ എൻഡോഴ്സ്മെൻറ്റ് പോസിബിൾ ആവുന്നത്. എൻഡോഴ്സ്മെൻറ്റ് ഈസ് പോസിബിൾ ഓൺലി ഓൺ ഓർഡർ ബിൽസ്. പിന്നെന്താണ് എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്? എൻഡോഴ്സ്മെൻറ്റ് ഈസ് എ റിട്ടൺ ഓർഡർ. ഒരു റിട്ടൺ ഓർഡറാണ് ഓഫ് ദി ബുക്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് അല്ലെങ്കിൽ ക്രെഡിറ്റ് ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ഒരു റിട്ടൺ ഓർഡറാണ് ഇത് അതായത് പേയി ഓർ ഓർഡർ അല്ലെ ഹോൾഡർ ഫോർ ട്രാൻസ്ഫറിങ് ദ റൈറ്റ് ടു അനദർ പേഴ്സൺ. എൻഡോഴ്സ്മെൻറ്റിലൂടെ എന്താണ് ചെയ്യുന്നത്? ആ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റൈറ്റ് വേറൊരാൾക്ക് എന്ത് ചെയ്യുവാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഹോൾഡർ ആരാണ്? നമ്മുടെ സെല്ലറായിരിക്കും. ബില്ല് സൂക്ഷിച്ചേക്കുന്നത് സെല്ലറല്ലേ. അപ്പോൾ പുട്ടിങ് ഹിസ് സിഗ്നേച്ചർ ഓൺ ദി ബാക്ക് ഓഫ് ദി ഇൻസ്ട്രുമെൻറ്റ് വിത്ത് ഓർ വിത്തൗട്ട് ദ നൈം. അപ്പോൾ അവിടെ എന്താണ്? പേര് എഴുതണം എന്നൊന്നും നിർബന്ധമില്ല. വിത്ത് ഓർ വിത്തൗട്ട് ദ നൈമാണ് എന്തിൽ വരുന്നത്? നമ്മുടെ എൻഡോഴ്സ്മെൻറ്റിൽ വരുന്നത്. പേര് എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് സിഗ്നേച്ചർ മാത്രം ഇട്ടാൽ മതി. ആരുടെ? ബില്ല് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ആളുടേത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ടിൽ നോക്കിയത്. താങ്ക് യു.